ഹായ്, ഞാൻ എലിസബത്താണ്. ആക്ച്വലി ഇന്ന് എൻ്റെ ഡാഡിയുടെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ഡാഡി. ആക്ച്വലി പറയുകയാണെങ്കിൽ ഈ രണ്ട് സൈഡിൽ നിൽക്കുന്നത് എൻ്റെ രണ്ട് തൂണുകളാണ്. പിന്നെ ഒരു തരത്തിലും വീഴാൻ സമ്മതിക്കാത്ത തൂണുകൾ, പില്ലേഴ്സ്. ആക്ച്വലി എന്താ പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. നമ്മൾ ഷോർട്ടാക്കിയിട്ട് പറയാം. ബർത്ത്ഡേ ദിവസമാണ് ഏറ്റവും നല്ലത് ഈ പറയാമെന്ന് വിചാരിക്കണം. ആക്ച്വലി കുറേ ആൾക്കാർ ഈ കുറേ മോശം സംഭവങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ സംഭവിക്കുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, പേരൻസ് ബുദ്ധിമുട്ടുകളൊന്നും അറിയാണ്ട് വളർത്തിയതാണല്ലേ, അങ്ങനത്തെ ആൾക്കാർക്ക് എങ്ങനെയൊക്കെ സംഭവിക്കുക? അതെന്തോ അങ്ങനെ വല്ല നിയമമുണ്ടോ? പാരൻസ് ബുദ്ധിമുട്ട് അറിഞ്ഞിട്ട് വളർത്തിയ അവർക്ക് കല്യാണ ജീവിതം എല്ലാതും നന്നായിട്ട് നടക്കും എന്ന് വല്ല. ഞാൻ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് എന്നോട്, പാരൻസ് ഒരു ബുദ്ധിമുട്ട് അറിയാണ്ട് വളർത്തിയതാണല്ലേ എന്ന് പറഞ്ഞിട്ട്. അത് എൻ്റെ പാരൻസ് ഇന്ന് ഒരു ബുദ്ധിമുട്ട് അറിയാണ്ട് വളർത്തിയ ആൾ തന്നെയാണ്. ആക്ച്വലി മാറി താമസിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ ആക്ച്വലി പ്രിൻസസ് ട്രീറ്റ്മെൻറ്റാണ് എനിക്ക് കിട്ടിയിരുന്നതെന്ന് എനിക്ക് മനസ്സിലാവണേ. ആക്ച്വലി കുറേ ആൾക്കാർ ഈ ഒരു തിയറി വെച്ചിട്ട്, അതായത് പെൺമക്കളേനെ മോശം രീതിയിൽ അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ടൂറിന് പോവുകയാണെങ്കിൽ ഓക്കെ കല്യാണം കഴിഞ്ഞിട്ട് നിൻ്റെ ഹസ്ബൻഡ് കൊണ്ടുപോകും, സിനിമയ്ക്ക് പോകണമെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് നിൻ്റെ ഹസ്ബൻഡ് കൊണ്ടുപോകും, ഇങ്ങനെ പറഞ്ഞിട്ട് ഒന്നും മേടിച്ചു കൊടുക്കാണ്ടും ഒരു നല്ല കാര്യം ചെയ്യാണ്ടും കഷ്ടപ്പെട്ടിട്ട് വളർത്തിയിട്ട് അവസാനം കല്യാണം കഴിഞ്ഞിട്ടെല്ലാം നടത്തിക്കോളെന്ന് പറഞ്ഞ് നടക്കണ ആൾക്കാർ പറയണ കുറേ പാരൻസ് ഉണ്ട്. അവരുടെ തിയറി അനുസരിച്ചിട്ട് ഓക്കെ അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തി നടക്കുമ്പോൾ കല്യാണം കഴിച്ചിട്ട് പോകുമ്പോൾ ഇത്രയെങ്കിലും ബെറ്റർ ആകുമ്പോൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും എന്നാണ് അവരുടെ തിയറിയെന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. അതായത് ഇവിടെ നല്ലത് കാണുമ്പോൾ അപ്പുറത്ത് മോശമാണെങ്കിൽ മോശമാണെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ മോശമാവാതിരിക്കാൻ നമ്മളതിനെ പകുതി കണ്ണ് കെട്ടിയിട്ട് അങ്ങോട്ട് അയക്കണം എന്നാണ് എൻ്റെ തിയറി. അല്ല, ഇവരുടെ ആ ഒരു പറച്ചിലിൽ അങ്ങനത്തെ ഒരു തിയറിയാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. എൻ്റെ പാരൻസും അതുപോലത്തെ കുറേ മോളേനെ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാണ്ട് വളർത്തിയതല്ലേ അതിൻ്റെ പ്രശ്നമെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരിങ്ങനെ സഹതപിക്കാൻ കുറേ ആൾക്കാർ വരാറുണ്ട്. ഒറ്റ എണ്ണത്തിനും പഠിപ്പിക്കാറില്ല. അവരിങ്ങനെ മോളുടെ കാര്യം അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഡാഡിയുടെയും മമ്മിയുടെയും തോളിലൊക്കെ തട്ടിയിട്ട് മോളുടെ കാര്യം എന്തറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഡാഡിയും മമ്മി അങ്ങോട്ട് ചോദിക്കാറുണ്ട് ഇപ്പോൾ. സോ എനിക്കറിയില്ല ആ തിയറിയുടെ ഇതെന്താണ്. ഞാൻ എൻ്റെ ഒരു 24-25 ഇയേഴ്സ് വരെ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ ജീവിച്ചോണ്. എൻ്റെ പാരൻസിനെ ഭയങ്കര ഹാപ്പി ആയിട്ട് വളർത്തിയാണ്. എന്തായാലും എൻ്റെ ഇപ്പോൾ ലൈഫ് എക്സ്പെക്റ്റൻസി ഇപ്പോൾ എൻ്റെ ഫാമിലി ഗ്രാൻഡ് ഫാദേഴ്സിൻ്റെ ഒക്കെ ഇത് നോക്കുകയാണെങ്കിൽ ഒരു 80 വയസ്സ് വരെ ലൈഫ് എക്സ്പെക്റ്റൻസി. പക്ഷേ ഇപ്പോഴത്തെ ജങ്ക് ഫുഡ്സും അങ്ങനെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ലൈഫ് എക്സ്പെക്റ്റൻസി ഒരു 70. വേറെ ആക്സിഡൻറ്റ്സോ ആരും ഉപദ്രവമൊന്നും ചെയ്തില്ലെങ്കിൽ ലൈഫ് എക്സ്പെക്റ്റൻസി നോർമലി ഒരു 70 വരെയെങ്കിലും ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ അതിൽ 25 വർഷം ഞാൻ സന്തോഷമായിട്ട് ജീവിച്ചുവല്ലോ. പിന്നെ ഇടയിൽ കുറച്ച് വർഷങ്ങൾ മോശമായിട്ട് പോയി. പക്ഷേ ഞാൻ ഇപ്പോൾ വീണ്ടും എൻ്റെ ഹാപ്പിനെസ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. അതിനെ ഇന്ന് രണ്ട് തൂണുകളായിട്ട് എൻ്റെ അപ്പുറത്തും എൻ്റെ ഡാഡിയും മമ്മിയും നിൽക്കുന്നുണ്ട്. സോ അല്ലാണ്ട് എന്ത് പ്രശ്നം വന്നാലും ഓക്കെ, ഇവിടെ ഓൾറെഡി നിങ്ങളുടെ ചെറുപ്പകാലം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പെൺകുട്ടികളെ വളർത്തി, എല്ലാവരും നിങ്ങളുടെ ഹസ്ബൻഡ് വീട്ടിൽ പോയാൽ അവർ ശരിയായിക്കോളൂ എന്ന് പറഞ്ഞ് വളർത്തി. ഇനി അവിടെയും മോശമായിട്ട് ഇരിക്കില്ല എന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ്? ഇനി അവിടെയും മോശമായി അവരുടെ ആ ജീവിതകാലം കളഞ്ഞു. അവസാനം അവർക്ക് വീട്ടിൽ വന്നാലും ഇവരെ തിരിച്ചു കയറ്റണമെന്ന് ഉറപ്പില്ല. അങ്ങനെയൊക്കെ പോയിട്ട് ഉള്ള ആൾക്കാരാണ് ഇങ്ങനെ വീട്ടുകാർ കൈയൊഴിയുമ്പോൾ ഒക്കെ വേറെ പരിപാടിയൊക്കെ ചെയ്യണം. സോ ഉള്ള സമയം നിങ്ങളുടെ കുട്ടികളെ സ്നേഹിക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ മക്കളാണല്ലോ, നിങ്ങളുണ്ടാക്കിയ മക്കളാണല്ലോ, അപ്പോൾ അവരെ സ്നേഹിക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് 10-25 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യം ഇപ്പം ആലോചിച്ചിട്ട് അവരെ ബുദ്ധിമുട്ടിക്കലിന് അർത്ഥമുണ്ടോ? ഇപ്പോഴും ഈ ചെറിയ പിള്ളേരടക്കം വന്നിട്ട് ചേച്ചീനെ ആക്ച്വലി ഒരു ബുദ്ധിമുട്ടും അറിയാണ്ട് വളർത്തിയതാണല്ലേ
ഒക്കെ വന്നിട്ട് ചോദിക്കാറുണ്ട്. ഞാൻ ആക്ച്വലി പ്രൗഡായിട്ട് പറയും, എന്നെ ഒരു ബുദ്ധിമുട്ടും അറിയാണ്ട് വളർത്തിയതാണ്. ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു എൻ്റെ ഒരു 10-25 വർഷം ഞാൻ ജീവിച്ചത്. ഇപ്പം ഞാൻ വീണ്ടും ഹാപ്പിനെസ് കണ്ടെത്തി തുടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി എനിക്കറിയില്ല, എൻ്റെ പാരൻസ് ഇത്ര കാലം ഫോറിൻ ട്രിപ്പുകളൊന്നും അങ്ങനെ പോയിട്ടില്ല. പക്ഷെ അവർക്കിപ്പോൾ പോകണം തോന്നിയിട്ടാണോ ഇന്നെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാണോ ഇവരിപ്പോൾ കണ്ടിന്യൂസ്ലി ഫോറിൻ ട്രിപ്പുകൾ പ്ലാൻ ചെയ്യണേന്ന് എനിക്കറിയില്ല. ബട്ട് അവർ അവർക്ക് പോകണം എന്നാണ് പറയണത്. അങ്ങനെ പറഞ്ഞിട്ടാണ് പോണത്. പക്ഷെ ഇന്നെ മാക്സിമം ഹാപ്പി ആക്കാനാണ് അവർ നോക്കണേ. പിന്നെ എനിക്കെപ്പോഴും ഇപ്പോൾ ഒരു കൊറിയൻ ഡ്രാമയുടെ ഷോർട്സ് ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് സ്റ്റോറിയിൽ വരുന്നുണ്ട്. അതായത് ഒരപ്പൻ മോളോട്, നിനക്ക് സ്കൂൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു പോന്നു, അപ്പൻ എവിടെയുണ്ട്. നിനക്ക് ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പം തന്നെ തുപ്പിക്കോ, ഞാൻ ബാക്കി വേറെ എന്തെങ്കിലും ഉണ്ടായിക്കോളാം. നിനക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഓടി വന്നു, അപ്പനുണ്ട്, എല്ലാത്തിനെയും അപ്പനുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ. എനിക്ക് ആ വീഡിയോ കാണുമ്പോൾ എപ്പോഴും ഡാഡിയായിട്ട് തോന്നും. ഞാൻ ആരുടെയും കുറ്റം പറയുന്നില്ല. ചിലപ്പോൾ ഈ വീഡിയോയ്ക്ക് കുറേ നെഗറ്റീവ് കമൻറ്റ് വരുന്നുണ്ടാവും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ആയ കാരണമായിരിക്കും നിങ്ങളുടെ ഫാമിലി ലൈഫ് ഇങ്ങനെ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നെഗറ്റീവ് കമൻറ്റ് ഉണ്ടായിരിക്കും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല, ഓക്കെ, നിങ്ങളുടെ ചിന്ത ശരിയായിരിക്കും. ഒരു 10-25 വയസ്സ് വരെയാണ് പാരൻസിൻ്റെ കൂടെ ജീവിക്കുന്നുള്ളൂ. ബാക്കി സമയം വേറൊരു വീട്ടിലാണ് താമസിക്കുന്നത്. സോ അവിടെയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. സോ ഇവിടെ അത്ര ഇത് വേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്യണേ. ഓക്കെ, പക്ഷേ അവർക്ക് പറ്റണില്ല, അവിടെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ തിരിച്ച് വരാൻ ചോദിക്കുമ്പോൾ കുടുംബത്തിന് നാണക്കേടാണ്, അവിടെ പിടിച്ചിക്കണം, മാക്സിമം പിടിച്ചിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറ്റില്ലെങ്കിൽ ഞങ്ങളുണ്ട് എന്ന് പറയാനുള്ള മനസ്സെങ്കിലും ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അങ്ങനെ പറഞ്ഞിട്ടുള്ള മനസ്സാണ്. കാരണം കുറേ ഇന്നെ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. കാരണം 4 ദിവസം നിൻ്റെ വീട്ടിൽ ചെന്ന് നിന്നാൽ നിൻ്റെ നാട്ടുകാർ ചോദിക്കും നിൻ്റെ പാരൻസിനോട്, മോള് വീട്ടിൽ നിൽപ്പായില്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പം നിൻ്റെ വീട്ടുകാർ വന്നിട്ട് എൻ്റെ കാല് പിടിക്കും. എന്നിട്ട് അവർ കാല് പിടിച്ചിട്ട് എന്നെ തിരിച്ചു കൊണ്ട് ആക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭീഷണികളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ പാരൻസ് എൻ്റെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ടാണ് നിന്നോണെ. ആര് പറഞ്ഞിട്ടും, അതായത് നാട്ടുകാർ പറഞ്ഞൊന്നും എൻ്റെ പാരൻസിനെ ഒരു വിഷയമല്ല. എൻ്റെ മോള് വിഷമിക്കുന്നുണ്ട്, സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സോ ഹെൽപ്പ് ചെയ്യണമെന്ന് മാത്രമേ അവർ വിചാരിച്ചിട്ടുള്ളൂ. ആക്ച്വലി ഞാൻ സഫർ ചെയ്ത അതിനേയും കാണ്ടും വേണമെങ്കിൽ അവർ സഫർ ചെയ്തു എന്ന് പറയാം. ഞാൻ ഇത് കഴിഞ്ഞ് നേരെ ഗുജറാത്തിൽ പോയി. പക്ഷേ അവരാണ് കൂടുതലായിട്ട് ഈ കാര്യങ്ങളൊക്കെ ആൾക്കാരനെ ഫേസ് ചെയ്യേണ്ടി വന്നതും ഓരോ കാര്യങ്ങളൊക്കെ കുറേ മാറ്റി നിർത്തലൊക്കെ ഉണ്ടായത് അവരാണ്. പക്ഷെ അവർ പല കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ വിഷമിക്കേണ്ട വെച്ചിട്ട്. ഇനി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല പാരൻസിനെയാണ് കിട്ടിയോണെ. മാത്രമല്ല, എൻ്റെ പാരൻസിന് നല്ല ഏജായി. സ്റ്റിൽ ദേ ആർ സപ്പോർട്ടിങ് മീ. Happy birthday, Daddy.